ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ തണ്ടർ വേൾഡിലാണ്. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു പാർക്കിൽ പോകുന്നത്. ഞങ്ങൾ ലാസ്റ്റ് പോയത് വണ്ടർലയായിരുന്നു. തിരക്ക് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇവിടെ പല പല ആക്ടിവിറ്റീസ് കോംബോ ആയിട്ടാണ്, സ്പെഷ്യൽ കോംബോ, സൂപ്പർ കോംബോ, പിന്നെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. തണ്ടർ വേൾഡ് സൂപ്പർ കോംബോ, പിന്നെ മിറർ മെയ്സ്, ബിഗ് ഫൂട്ട്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്ന പോലായിരുന്നു, അവിടെ തിരക്കേ ഇല്ലായിരുന്നു. കയറുന്നതിന് മുന്നേ ഞങ്ങളുടെ കയ്യിൽ ബാൻഡ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ആക്ടിവിറ്റിയാണോ എടുക്കുന്നത് ആ ആക്ടിവിറ്റീസ് എല്ലാം ആ ബാൻഡിൽ കാണും. അത് നമുക്ക് വേണ്ട ആക്ടിവിറ്റീസിൻ്റെ സെൻറ്ററിൽ പോയി കാണിച്ചു കഴിഞ്ഞിട്ടാണ് അതിൽ കയറേണ്ടത്. ഞങ്ങൾ ആദ്യം കയറിയത് ക്യാമറയുടെ സെക്ഷനിലായിരുന്നു. പല പല സെഞ്ച്വറീസിലുള്ള ക്യാമറ ഉണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത കുറേ ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ക്യാമറയെക്കുറിച്ച് അധികം അറിയാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓടിച്ചോടിച്ച് കാണുമായിരുന്നു. കണ്ടാലും തീരാത്ത അത്രയും ക്യാമറാസ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഇത്രയും ക്യാമറാസ് ഒന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് കണ്ടു തീർക്കാൻ കുറേ ടൈം വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്യാമറയുടെ ഫ്രണ്ടിലും ഒരു ബോർഡ് പോലെ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്യാമറയെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പക്ഷേ എല്ലാം ഒന്ന് ഓടിച്ച് കണ്ടു. പിന്നെ ഇവിടെ ഫുള്ള് ട്രൈപോഡാണ്. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഓപ്പൺ അല്ലായിരുന്നു. അതിന് എത്രയോ ടൈം തൊട്ട് എത്ര ടൈം വരെയാണ് ഫുൾ ആക്ടിവിറ്റീസും ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈം അതല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളായിരുന്നു ഓപ്പൺ. ഇവിടെ ഇരിക്കുന്ന വലിയ സാധനം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇനി ഞങ്ങൾ മിറർ മെയ്സിലോട്ടാണ് പോകുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ലോങ് അല്ലായിരുന്നു. ഞാൻ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ അടിപൊളിയായിരുന്നു. ഇങ്ങനെ കളറ് ചേഞ്ച് ആകുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കളറ് ഫുള്ളി ബ്ലാക്ക് ആകും. അത് കഴിഞ്ഞ് പിന്നെ ഗ്രീന്, റെഡ്, അങ്ങനെ പല പല കളറാകും. എല്ലാ കളറ് വരുമ്പോഴും ഞങ്ങൾ മിറർ സെൽഫി എടുക്കുമായിരുന്നു. റെഡ് വരുമ്പോൾ റെഡ് അപ്പം എടുക്കും, പിന്നെ ബ്ലൂ വരുമ്പോൾ എടുക്കും. അങ്ങനെ കുറേ മിറർ സെൽഫി എടുത്തു. സ്ഥലത്ത് കുറച്ച് പിക്ചേഴ്സ് എടുക്കാനാണ്. അവിടെ ഇങ്ങനെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് പോലെയാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവർ റിയൽ ആണെന്ന് തോന്നും. പിന്നെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരു വാളിൽ പെയിൻറ് ചെയ്ത പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ഒരു 3D പോലെയായിരുന്നു. ശരിക്കും ഒരു പിക്ചറിൻ്റെ ഫ്രണ്ടിൽ നല്ല ടൈം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ പല പല പോസിൽ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളവിടെ നിന്നില്ല, ഡാൻസ് കളിക്കാൻ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ബാൻഡിലുള്ള സ്ഥലത്ത് പോകണം. ഏതാണ് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ടത് ആ സ്ഥലത്ത് പോയിട്ട് അവിടെ കാണിക്കുമ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് കയറ്റും. ഇത് സ്കെലിറ്റൻസിൻ്റെ, ഡൈനോസർസിൻ്റെ ഒക്കെ സ്കെലിറ്റൻസ് ഉള്ള സ്ഥലമായിരുന്നു. ഇത് സ്കെലിറ്റൻസ് മാത്രമല്ല, ഇങ്ങനെ അങ്ങോട്ട് ഇതിപ്പോൾ ഒരു പാർട്ട് സ്കെലിറ്റൻസും അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ ഒരു ഓപ്പൺ ഏരിയയുമാണ്. അത് ഞാൻ കാണിച്ചു തരാം.
എന്നിട്ട് ഈ ഓപ്പൺ ഏരിയയിൽ തന്നെ പല പല ഗാർഡൻ പോലെ സെറ്റാക്കിയിട്ട് അവിടെ ഡൈനോസേഴ്സിൻ്റെയൊക്കെ കൈയും കാലും, പിന്നെ ചിലത് വലിയ ഡൈനോസേഴ്സൊക്കെ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ അവിടെ തന്നെ കുറേ വേസ്റ്റ് ബിന്നിൻ്റെ മോഡലിൽ ഡൈനോസേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മുട്ടയിലൊക്കെ ഒരു മുട്ട ഫ്രീ ആയിട്ടുണ്ട്, അതിലൊരു ഹോള് മാത്രമേ ഉള്ളൂ. അതിലൊക്കെ കയറി നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ ചില ഡൈനോസേഴ്സ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, ചിലത് ഇങ്ങനെ 2-3 മൂവ്മെൻറ്റ് ഫ്രണ്ടിലോട്ട് നടക്കും. ഈ മുട്ടകളിലൊക്കെ കയറി ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി ഞങ്ങൾക്കൊരു ഹൈഡ് ആൻഡ് സീക്ക് ഫീലായിരുന്നു. ഇങ്ങനെ താഴെ കുനിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കാണത്തേ ഇല്ല ആളെ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്. പിന്നെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ കുറേ വലിയ ഡൈനോസേഴ്സിനെ കണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഡൈനോസർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എടുത്തില്ല. എന്തൊക്കെയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഡൈനോസറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്ലു നിൽക്കുന്നത് കണ്ടോ, അതൊരു ഡസ്റ്റ്ബിൻ ആണെന്നാണ് തോന്നുന്നത്. അതൊരു ഡസ്റ്റ്ബിന്നാണ്, അതിലാണ് നിൽക്കുന്നത്. ആ ഒരു ഡസ്റ്റ്ബിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമ്മളൊരു എക്സിബിഷനൊക്കെ പോകാൻ നേരത്ത് അവിടെ ഇങ്ങനെ കുറേ ആനിമൽസിനെ വെച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സും ഈ കണ്ണൊക്കെ ചെറുതായിട്ട് മൂവ് ചെയ്ത് നമുക്ക് എക്സിബിഷനിലൊക്കെ കിട്ടുമല്ലോ, അതുപോലെ തന്നെ ചിലതിൻ്റെ കണ്ണ് ഇങ്ങനെ അടയും, ഇങ്ങനെ പല്ലിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ആക്കും. പിന്നെ ഒരു സാധനത്തിനെ കടിച്ച് പിടിച്ചിരിക്കുന്ന പോലെ. പിന്നെ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പം അതിൻ്റെ അകത്ത് ചെറിയൊരു ടണൽ പോലെ പിന്നെ ഒരു ഓപ്പണിങ്. അതിൽ കൂടെ കയറുമ്പം ഈ പണ്ടുള്ള മോണുമെൻറ്റ്സ് ഒക്കെയാണ് കൂടുതൽ. ഇവിടെ താജ്മഹൽ, അങ്ങനത്തെ റെഡ് ഫോർട്ട്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു കേവ് മഹാരാഷ്ട്രയിലാണെന്ന് വരെ അതിൽ താഴെ എഴുതിയിട്ടുണ്ട്. ആലപ്പുഴയുടെ ഹൗസ് ബോട്ട് വരെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ തണ്ടർ വേൾഡിൽ സ്നോ പാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഇത് റെഡ് ഫോർട്ടാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഒരു ഹോണ്ടഡ് എന്ന് പറഞ്ഞൊരു ഹൊറർ. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അകത്ത് കയറി, പക്ഷെ വീഡിയോ എടുത്തില്ല. പിന്നെ പോയത് ഇങ്ങനെ ഒരു ടണൽ പോലെ നമുക്കിങ്ങനെ നടന്നു പോവാം. അതിൻ്റെ നടുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മളിങ്ങനെ ഫുള്ളി റൊട്ടേറ്റ് ആകുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഞങ്ങൾ 3D കാണാൻ പോയി. അവിടെ നല്ല സ്നോ എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തണ്ടർ വേൾഡിൽ നിന്ന് ഇറങ്ങി. തണ്ടർ വേൾഡിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഒന്നുകൂടെ ഫോട്ടോസ് എടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.